ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഓണം റിലേറ്റ് ചെയ്തിട്ട് ഓണം മേക്ക് ഓവറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്താം. ഇത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെറിയ രീതിയിലെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു ഓണം മേക്ക് ഓവർ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. അതിന്റെ ഭാഗമായിട്ട് അറൌണ്ട് ഒരു 1300 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റ്യൂം ആണെന്നുണ്ടെങ്കിലും ഫുഡ് വെയർ ആണെങ്കിലും നമ്മൾ ഫ്ലവർ ആണെന്ന് എല്ലാം ഓർണമെന്റ്സ് എല്ലാം ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു 1300 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1300 ഇത്ര ഐറ്റംസ് കിട്ടുമോ, അത് നല്ലതായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഡയറക്റ്റ് പ്രൊഡക്റ്റ് കാണാം, അപ്പൊ ആ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോ സിമ്പിൾ ആയിട്ട് ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. അപ്പൊ കോസ്റ്റ്യൂം ആയിട്ട് ഞാൻ സാരിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സാരി തന്നെയാണ്, സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് എന്തായാലും ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ സാരി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ സാരി അല്ല ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്, മറ്റെന്തെങ്കിലും കോസ്റ്റ്യൂം ആണ് എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചു വെച്ച ആ ഒരു പ്രൈസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സാരി തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൈസിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കരഭാഗമാണെങ്കിൽ നല്ല വീതിയിൽ തന്നെ ഗോൾഡൻ ഒരു കരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടിഭാഗമാണ് കേട്ടോ ഇത്. നമുക്ക് മുകളിലെ വശമാണെന്നുണ്ടെങ്കിൽ വീതി കുറച്ച് കുറഞ്ഞ കരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് യെല്ലോ കളറാണ് ഈ ഒരു സെറ്റ് സാരിക്ക് നമുക്ക് വന്നിട്ടുള്ളത്. ഇതൊരു കോട്ടൺ മെറ്റീരിയലിൽ പെടുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ വന്നിട്ടുള്ളത്. പിന്നെ ബ്ലൗസിനുള്ള തുണിയും കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാരി തന്നെയാണ്. നമ്മളെപ്പോഴും കേരള സാരീസ്, ഇപ്പൊ സെറ്റ് സാരി ഒക്കെ നമ്മൾ ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂസിന് ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ. ഫസ്റ്റ് യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ആ ഒരു ഭംഗി, ആ ഒരു ഷൈനിങ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതിനിപ്പോ വാഷ് ഔട്ട് ചെയ്താൽ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഫസ്റ്റ് ടൈം നമുക്കിത് കാണുമ്പോൾ അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിന്, ഞാൻ മേടിച്ച ഈ ഒരു പ്രൈസിന് ഇങ്ങനത്തെ ഒരു സാരി കിട്ടുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇനിയിപ്പോ വല്ല ഉണ്ടായിപ്പോണോ, നമുക്ക് പ്രൊഡക്റ്റ് എങ്ങാനും മാറി കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൈ കിട്ടിയപ്പോഴേക്ക് നല്ല ആശ്വാസമായി. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ലൈനൊക്കെ വന്നിട്ടുണ്ട്. മുന്താണിയുടെ ഭാഗത്ത് ഗോൾഡൻ ലൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. അടിപൊളി മെറ്റീരിയൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 259 കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 259 ഈ ഒരു സെറ്റ് സാരി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ. നെക്സ്റ്റ് നമുക്ക് ഇതിന് പറ്റിയിട്ടുള്ള ഓർണമെന്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഓർണമെന്റ്സ് ഞാൻ മേടിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് കേട്ടോ. മീഷോയിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇതുപോലൊരു പാക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതില് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു മംഗൾസൂത്രാണെന്ന് തോന്നുന്നുണ്ട്. മറ്റേ ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി കണ്ടിട്ടുണ്ടല്ലോ. ഇതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഒരു സിമ്പിൾ നെക്ലേസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ ഗോൾഡില് വൈറ്റ് പേൾ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. സിമ്പിൾ നെക്ലേസ് ആണ് കേട്ടോ. ഗോൾഡിന്റെ തന്നെ ഹാങ്ങിങ് ഉണ്ട്. ഇവിടെ ഒരു പിങ്ക് കളർ സ്റ്റോണും വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ഓർണമെന്റ്സ് ആണ് നമുക്ക് മീഷോ തന്നിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇയറിങ്സ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നെക്ലേസിന്റെ ലോക്കറ്റിൽ വന്നിട്ടുള്ള സെയിം വർക്കാണ് ഇയറിങ്സിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഇതില് ഒരു ഹാങ്ങിങ് മിസ്സാണ് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു ഹാങ്ങിങ് മിസ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇയറിങ്സിലാണെന്നുണ്ടെങ്കിലും ഇവിടെയും മിസ്സാണ്. ഈ ഒരു ഫോൾട്ട് ഇതിന് പറ്റിയിട്ടുണ്ട്. റിട്ടേൺ ഒന്നും അയച്ചിട്ടില്ല. അതർവൈസ് നമ്മൾ നോക്കുമ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 136 മീഷോയിൽ നിന്നാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
136 ഇത് വേർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി കളക്ഷൻ ആണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ പിന്നെ നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് ആംഗ്ലറ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ട് മീഷോയിൽ നിന്നാണ്. ആംഗ്ലറ്റ് ഞാൻ ശരിക്കും 3 എണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 എണ്ണം പാളിപ്പോയി. 2 എണ്ണം ഞാൻ പിക്ചർ കൊടുക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അത് 2ഉം പാളിപ്പോയി. ഒന്ന് എനിക്ക് ആംഗ്ലറ്റിന് പകരം ഹാൻഡ് ചെയിൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നൊന്ന് കളറൊക്കെ പോയ പോലത്തെ ഒരു ഡാമേജ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സെയിം ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഞാൻ അപ്പം തന്നെ റിട്ടേൺ അയച്ചു. ഞാനിവിടെ പിക്ചർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. എനിക്ക് കുറച്ച് ആംഗ്ലറ്റ് ആൻഡ് ഫുഡ് വെയറിന്റെ ഹീൽസിന്റെ റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വന്നതിന്റെ ഭാഗമായിട്ട് ഓർഡർ ചെയ്താണ്. ഇനി ഞാൻ ആംഗ്ലറ്റ് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഈ ഒരെണ്ണം ഞാൻ അതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ഞാൻ ഓണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ എടുത്തതല്ല, അങ്ങനെ ഒരു കമന്റിന്റെ ബേസ് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആംഗ്ലറ്റ് വന്നിട്ടുള്ളത്. ഫ്രീ സൈസ് ആണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഗോൾഡില് ബ്ലാക്ക് പേളല്ല കേട്ടോ, എന്താ പറയാന്ന് എനിക്കറിയില്ല. സംഭവം പേളല്ല, എന്തായാലും ഗോൾഡിൽ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ബ്ലാക്ക് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ രസമുണ്ട്. ചെയിൻ വന്നിട്ട് ഒരു ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. ഇതാണ് ആംഗ്ലറ്റ്. ഇതിന്റെ ലോക്ക് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ലോക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇത് ഫ്രീ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് അളവിൽ കിടക്കുന്നുണ്ട്. 27 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, 27 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 27 സെന്റിമീറ്റർ ആണ് കാണുന്നത്. ഓക്കെ, ഈ ഒരൊറ്റ സൈസേ ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് ഓക്കെ ആണ്, കറക്റ്റ് സൈസിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 116 കേട്ടോ. മീഷോയിൽ നിന്ന് 116 ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇത് എത്രത്തോളം നിൽക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. 116 നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനും ബെറ്റർ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് ഗ്യാരണ്ടി ആയിട്ട് തന്നെ ഈ ഒരു റേറ്റിൽ നമുക്ക് കിട്ടും, ആംഗ്ലറ്റ് കിട്ടും. അപ്പോൾ ഈ റേറ്റിൽ കിട്ടും. ചില ലൊക്കാലിറ്റിയിൽ ചില ഷോപ്പുകളിൽ ചിലപ്പോൾ ഇതിനും കൂടാട്ടോ. പക്ഷെ അത് നമുക്ക് പിന്നെ ഒരു ഗ്യാരണ്ടി ഉണ്ടാവും, ഒരു 6 മന്ത് വരെയൊക്കെ നിൽക്കാം അതിൻ്റെയൊക്കെ കളർ പോവാതെയൊക്കെ. പക്ഷെ ഇത് നമുക്ക് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. വല്ലാണ്ട് അങ്ങനെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം അത് എത്രത്തോളം നമുക്ക് വർത്ത് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, 116 നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് 116 വർത്താണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക തന്നെയാണ് ബെറ്റർ. നമ്മൾ നെക്സ്റ്റ് ഫുഡ് വെയർ കാണിക്കാം. ഓക്കെ, ഫുഡ് വെയർ ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഹീൽസ് ആണ് കേട്ടോ. ഹീൽസിന്റെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ ഹീൽസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹീൽസിന്റെ ലെങ്ത് വന്നിട്ട് 3 ഇഞ്ചസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹീൽസ് ഒക്കെയാണ്. ഗ്രിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റും. ഗ്രിപ്പ് വരുന്നുണ്ട്. ഗ്രിപ്പ് ഒക്കെ ഉള്ള നല്ലൊരു ഹീൽസ് തന്നെയാണ്. ഇപ്പൊ ഡിസൈൻ ബേസ് ആണെന്നുണ്ടെങ്കിലും ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. ഇതില് സ്റ്റോൺ വർക്ക് ആണ്. ഓക്കെ, റോസ് ഗോൾഡ് ടൈപ്പുള്ള സ്റ്റോൺ ആണ്. നല്ല സ്റ്റോൺ ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. കുഞ്ഞു നല്ല സ്റ്റോൺ ആണ് ഇതിന് വന്നിട്ടുള്ളത്. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും ഇതിന്റെ ബോഡി വൈസ് നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം നനവൊക്കെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അടർന്ന് പോരുന്ന പോലത്തെ ഉള്ളൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഇന്ത്യൻ സൈസ് 6 ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. യൂറോ സൈസ് 39 തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹീൽസ് ഇട്ട് നോക്കിയപ്പോഴാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സൈഡിൽ ഞാൻ വീഡിയോ കൊടുക്കാം. നല്ലൊരു ഹീൽസ് തന്നെയാണ്. എനിക്ക് ഈ ഒരു കാര്യത്തിലാണ് ഒരു ഉറപ്പ് പറയാൻ. ബോഡി പോർഷനിൽ മെറ്റീരിയൽ ആണ് എനിക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തത്. കാരണം നനവൊക്കെ തട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിങ്ങനെ അടർന്നു പോരുന്ന ടൈപ്പ് ഒരു കവറിങ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ലോങ് ടൈം യൂസിന്
പറ്റൂല. ഒരു ഷോർട്ട് ടൈം യൂസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ ഹീൽസ് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഹീൽസ് ഒക്കെയാണ്. പിന്നെ ഇതിന്റെ ഫിനിഷിങ് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന്റെ പണി ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ ഒരു പണിയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതർവൈസ് കുഴപ്പമില്ല. ഓക്കെ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ലോങ് ടൈം യൂസിനായിട്ട് ആരും പർച്ചേസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഒരു ഷോർട്ട് ടൈം യൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തൽക്കാലത്തേക്കൊക്കെ ആണ് വല്ല ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനൊക്കെ പറ്റിയിട്ടുള്ള ഹീൽസ് ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള മീഷോയിൽ നിന്ന് 605 പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്നൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് കാണുന്നത്. അപ്പൊ മാക്സിമം ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് എവിടുന്ന് നമുക്ക് പ്രൈസ് കുറവിൽ കിട്ടാം എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മീഷോയിൽ നിന്നാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. 605 ഓക്കെ ആണ്. ഹീൽസിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. നോർമൽ ഹീൽസിന് പോലെയല്ല, നമുക്ക് ഇങ്ങനത്തെ ഹീൽസിനൊക്കെ പോയിന്റ് ഹീൽസിനും ഇങ്ങനത്തെ ഹീൽസിനൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ പക്ഷെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഹീൽസിനൊക്കെ ഏകദേശം ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഒരു 600 to 700 ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാവും ബെറ്റർ. അതിൽ കൂടുതൽ കാശ് കൊടുത്തിട്ട് വാങ്ങാനുള്ളതൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഏത് ബ്രാൻഡിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഷ്യൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്യാം, എന്താണ് കറക്റ്റ് പ്രൊണൗൺസ് എന്ന് അറിയില്ല. ഞാൻ എന്തായാലും ബ്രാൻഡ് ഞാൻ അതിൽ കൊടുക്കാം. ഇതിന്റെ ഒക്കെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. സാരിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്ലവർ ആണ്. മുല്ലപ്പൂവാണ് കേട്ടോ. മുല്ലപ്പൂവ് ഞാൻ ഒരു പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇതൊരു ക്ലോത്താണ്. ക്ലോത്തിൽ അവർ ചെയ്തിട്ടുള്ളതാണ്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടൊക്കെ ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു വെച്ചാൽ നമുക്ക് ഉപകാരമായിരിക്കും. അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ടൈം എടുത്ത് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം ഇത് ഓർഡർ ചെയ്തൊക്കെ തോന്നുന്നു, ഓർഡറിനനുസരിച്ചാണ് ഇത് ഇവർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് ആമസോണിൽ നിന്ന്. അപ്പോൾ ഇത് ഓവറോൾ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 2 ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇത് ഒറിജിനൽ മുല്ലപ്പൂവായിട്ട് ഫീൽ ചെയ്യില്ലെങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റും കേട്ടോ. ഫോട്ടോഷൂട്ടിലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനും വീഡിയോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനൊന്നും പെട്ടെന്ന് അറിയാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 149 ആമസോണിൽ നിന്നാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ്. ഫോട്ടോഷൂട്ട് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് ഫോട്ടോഷൂട്ടിനൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഞാനിത് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ഒരു ക്യാഷിന് നമുക്ക് വേർത്താണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ. വേറെ ഒന്നും ഞാൻ മറന്നിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. കാരണം കുറച്ച് ലെങ്തി ആവും. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ വീഡിയോ ചെയ്ത് പോവാം. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ സാരി ഞാൻ പെയർ ചെയ്യുന്നത് ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ബ്ലൗസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സാരി പെയർ ചെയ്യുന്നത് കേട്ടോ. ഉള്ള ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം വെച്ചിട്ട് ഞാൻ ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ടിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. താങ്ക്